ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് സയൻസ് ക്വിസ് ആണ്. സയൻസ് ക്വിസിന്റെ പാർട്ട് 2 വീഡിയോയാണ് ഇന്നത്തേത്. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി നമുക്ക് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം ഏതാണ്? ഉത്തരം SI യൂണിറ്റ്. ആൻസർ ഈസ് SI യൂണിറ്റ്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്രയെണ്ണമാണ്? ഉത്തരം 7. ആൻസർ ഈസ് 7. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ജൂൾ. ആൻസർ ഈസ് ജൂൾ. ഊർജം അഥവാ എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം തോമസ് യങ്. ആൻസർ ഈസ് തോമസ് യങ്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൻസർ ഈസ് ആൽബർട്ട് ഐൻസ്റ്റീൻ. പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം. ഉത്തരം ഒപ്റ്റിക്സ്. ആൻസർ ഈസ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? ഉത്തരം 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏതാണ്? പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം. ഉത്തരം വജ്രം. ആൻസർ ഈസ് ഡയമണ്ട്. തരംഗ ദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായ ഘടകവർണം ഏതാണ്? ഉത്തരം വയലറ്റ്. ആൻസർ ഈസ് വയലറ്റ്. തരംഗ ദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണം ഏതാണ്? ഉത്തരം ചുവപ്പ്. ആൻസർ ഈസ് റെഡ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണമായ ക്വാണ്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം ഫോട്ടോൺ. ആൻസർ ഈസ് ഫോട്ടോൺ. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ ഈസ് മാക്സ് പ്ലാങ്ക്. ഉത്തരം മാക്സ് പ്ലാങ്ക്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. ഉത്തരം 25 സെന്റിമീറ്റർ. ആൻസർ ഈസ് 25 സെന്റിമീറ്റേഴ്സ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. ഉത്തരം കാൻഡില. ആൻസർ ഈസ് കാൻഡില. ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ എത്രയാണ്? ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ. ആൻസർ ഈസ് 7. ഉത്തരം 7. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ്? കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം. ഉത്തരം മഞ്ഞ. ആൻസർ ഈസ് യെല്ലോ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പ്രൈമറി കളേഴ്സ്.
ആൻസർ ഈസ് ഗ്രീൻ, ബ്ലൂ, റെഡ്. ഉത്തരം പച്ച, നീല, ചുവപ്പ്. പ്രാഥമിക ഛായക്കൂട്ടുകൾ അല്ലെങ്കിൽ പ്രിന്റിങ്ങിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം മഞ്ഞ, മജന്ത, സിയാൻ. മഞ്ഞ, മജന്ത, സിയാൻ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം അപവർത്തനം. ഉത്തരം അപവർത്തനം. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? ഉത്തരം അപവർത്തനം. ഉത്തരം അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം അപവർത്തനം. ആൻസർ ഈസ് അപവർത്തനം. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം ഏതാണ്? നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം. ഉത്തരം ഡിഫ്രാക്ഷൻ. ആൻസർ ഈസ് ഡിഫ്രാക്ഷൻ. സിഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്താണ്? സിഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്താണ്? ഉത്തരം ഡിഫ്രാക്ഷൻ. ആൻസർ ഈസ് ഡിഫ്രാക്ഷൻ. ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം എന്താണ്? ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം എന്താണ്? ഉത്തരം പ്രകാശത്തിന്റെ വിസരണം. ആൻസർ ഈസ് പ്രകാശത്തിന്റെ വിസരണം. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കടലിന്റെ നീലിമയ്ക്ക് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം CV രാമൻ. ആൻസർ ഈസ് CV രാമൻ. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം പൂർണ്ണാന്തര പ്രതിപതനം. ആൻസർ ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഉത്തരം അക്വസ്റ്റിക്സ്. ആൻസർ ഈസ് അക്വസ്റ്റിക്സ്. അടുത്തതായി നമുക്ക് രസതന്ത്രം അഥവാ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് കെമിസ്ട്രി. ഉത്തരം റോബർട്ട് ബോയിൽ. ആൻസർ ഈസ് റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ഉത്തരം ലാവോസിയെ. ആൻസർ ഈസ് ലാവോസിയെ. രസതന്ത്രത്തിലെ അളവുതൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? രസതന്ത്രത്തിലെ അളവുതൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം ലാവോസിയെ. ആൻസർ ഈസ് ലാവോസിയെ. പ്രാചീന രസതന്ത്രം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഉത്തരം ആൽക്കമി. ആൻസർ ഈസ് ആൽക്കമി. ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെട്ടിരുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഫാദർ ഓഫ് സോഡാ പോപ്പ്. ഉത്തരം ജോസഫ് പ്രീസ്ലി. ആൻസർ ഈസ് ജോസഫ് പ്രീസ്ലി. അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് എപ്പോഴായിരുന്നു? അന്തർദേശീയ രസതന്ത്ര വർഷം. ഉത്തരം 2011. ആൻസർ ഈസ് 2011. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. ആൻസർ ഈസ് ജോൺ ഡാൾട്ടൺ. ഒരേ അറ്റോമിക നമ്പറും
വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെ എന്താണ് പറയുന്നത്? ഉത്തരം ഐസോടോപ്പ്. ആൻസർ ഈസ് ഐസോടോപ്പ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികം ഉള്ള മൂലകം ഏതാണ്? ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം. ഉത്തരം ഓക്സിജൻ. ആൻസർ ഈസ് ഓക്സിജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഉത്തരം ഹൈഡ്രജൻ. ആൻസർ ഈസ് ഹൈഡ്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം. ഉത്തരം ഫ്ലൂറിൻ. ആൻസർ ഈസ് ഫ്ലൂറിൻ. ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ്. ആൻസർ ഈസ് മെൻഡലീവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ആവർത്തക പട്ടികയുടെ പിതാവ്. ഉത്തരം ഹെൻറി മോസ്ലി. ആൻസർ ഈസ് ഹെൻറി മോസ്ലി. ഭൂമി എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം ഏതാണ്? ഭൂമി എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം. ഉത്തരം ടെല്ലൂറിയം. ആൻസർ ഈസ് ടെല്ലൂറിയം. കറിയുപ്പിന്റെ രാസനാമം എന്താണ്? കറിയുപ്പിന്റെ രാസനാമം എന്താണ്? ഉത്തരം സോഡിയം ക്ലോറൈഡ്. ആൻസർ ഈസ് സോഡിയം ക്ലോറൈഡ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഉത്തരം കാൽസ്യം. ആൻസർ ഈസ് കാൽഷ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. ഉത്തരം മഗ്നീഷ്യം. ആൻസർ ഈസ് മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഉത്തരം മഗ്നീഷ്യം. ആൻസർ ഈസ് മഗ്നീഷ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഉത്തരം അലൂമിനിയം. ആൻസർ ഈസ് അലൂമിനിയം. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ്? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ഉത്തരം ചെമ്പ്. ആൻസർ ഈസ് കോപ്പർ. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം. ഉത്തരം ഓസ്മിയം. ആൻസർ ഈസ് ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം. ഉത്തരം ലിഥിയം. ആൻസർ ഈസ് ലിഥിയം. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ഏതാണ്? ഹാർഡസ്റ്റ് മെറ്റൽ. ഉത്തരം ക്രോമിയം. ആൻസർ ഈസ് ക്രോമിയം. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. ആൻസർ ഈസ് ടൈറ്റാനിയം. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് പ്രീസ്റ്റ്ലി. ആൻസർ ഈസ് ജോസഫ് പ്രീസ്റ്റ്ലി. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7.
ആൻസർ ഈസ് 7. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഉത്തരം ഓക്സാലിക് ആസിഡ്. ആൻസർ ഈസ് ഓക്സാലിക് ആസിഡ്. അടുത്തതായി നമുക്ക് ജീവശാസ്ത്രം അഥവാ ബയോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ലാമാർക്ക്. ആൻസർ ഈസ് ലാമാർക്ക്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അഥവാ ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ആൻസർ ഈസ് അരിസ്റ്റോട്ടിൽ. ജന്തുശാസ്ത്രം അഥവാ സുവോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ആൻസർ ഈസ് അരിസ്റ്റോട്ടിൽ. സസ്യശാസ്ത്രം അഥവാ ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തിയോഫ്രാറ്റസ്. ആൻസർ ഈസ് തിയോഫ്രാറ്റസ്. വർഗീകരണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ടാക്സോണമിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം കാൾ ലിനേയസ്. ആൻസർ ഈസ് കാൾ ലിനേയസ്. കോശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? കോശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഉത്തരം സൈറ്റോളജി. ആൻസർ ഈസ് സൈറ്റോളജി. കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ബ്രൗൺ. ആൻസർ ഈസ് റോബർട്ട് ബ്രൗൺ. കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ഹുക്ക്. ആൻസർ ഈസ് റോബർട്ട് ഹുക്ക്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം MJ ഷ്ലീഡൻ. ആൻസർ ഈസ് MJ ഷ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഉത്തരം തിയോഡർ ഷ്വാൻ. ആൻസർ ഈസ് തിയോഡർ ഷ്വാൻ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? ഉത്തരം റോഡ് കോശങ്ങൾ. ആൻസർ ഈസ് റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? ഉത്തരം കോൺ കോശങ്ങൾ. ആൻസർ ഈസ് കോൺ സെൽസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഉത്തരം സ്റ്റേപ്പിസ്. ആൻസർ ഈസ് സ്റ്റേപ്പിസ്. ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ആദാമിന്റെ ആപ്പിൾ. ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. ആൻസർ ഈസ് തൈറോയിഡ് ഗ്ലാൻഡ്. മന്ത് പരത്തുന്ന കൊതുക് ഏതാണ്? മന്ത് പരത്തുന്ന കൊതുക് ഏതാണ്? ഉത്തരം ക്യൂലെക്സ് പെൺകൊതുകുകൾ. ഉത്തരം ക്യൂലെക്സ് പെൺകൊതുകുകൾ. ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ്. ഉത്തരം ഗ്രിഹർ ജൊഹാൻ മെൻഡൽ. ഉത്തരം ഗ്രിഹർ ജൊഹാൻ മെൻഡൽ. മണ്ണിരയുടെ വിസർജ്യാവയവം ഏതാണ്? മണ്ണിരയുടെ വിസർജ്യാവയവം ഏതാണ്? ഉത്തരം നെഫ്രീഡിയ.
ആൻസർ ഈസ് നെഫ്രീഡിയ. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു. ഉത്തരം ഹരിതകം. ആൻസർ ഈസ് ക്ലോറോഫിൽ അഥവാ ഹരിതകം. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക് യു.